السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف رسول الله وعلى آله وصحابه وأتباعه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ കൊണ്ട് നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹയുടെ വ്യാഖ്യാനങ്ങളുമായിട്ട് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ച ആയത്ത്, അതിൽ അല്ലാഹു തആല ഊന്നിപ്പറയുന്ന കാര്യമാണ് മനുഷ്യരോടുള്ള ശത്രുത, അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യം. ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് നന്മകൾ തിരിച്ചു ചെയ്യൽ കൊണ്ട് അവൻ നമ്മോട് ചേരുന്നു. അവന് മനസാന്തരം സംഭവിക്കുകയും അവൻ നമ്മുടെ ഉറ്റമിത്രമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ തന്നെ അല്ലാഹു തആല മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ്? പിശാചിനോടുള്ള ശത്രുത. അത് ഓരോ മുസൽമാന്റെയും കൽബിൽ വേണ്ട ഒരു കാര്യമാണ്. അവനോട് ഒരു അനുരഞ്ജന ശ്രമവും നടക്കില്ല, അവനോടൊരു സുൽഹും നടക്കില്ല, അവനോട് സന്ധി ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം എന്താണ്? അവൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, ആദം സമൂഹത്തിന്റെ, മനുഷ്യകുലത്തിന്റെ നാശമല്ലാതെ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്താണതിന് കാരണം? അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാമും അവനും തമ്മിലുള്ള കൊടിയ ശത്രുത കാരണത്താൽ നമ്മുടെ നാശം മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവനോട് ഒരു നന്മ ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു തആല തന്നെ പറയുന്നത് കാണാം, യാ ബനീ ആദമ ലാ യഫ്തിനന്നകും ശൈത്വാൻ. ഓ ആദം സന്തതികളെ, ഓ മനുഷ്യകുലമേ, നിങ്ങളെ പിശാച് നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദം ഹവ്വ അലൈഹിമസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുപോലെ ആ പിശാച് നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. എത്ര മനോഹരമായ വാക്കാണ് അല്ലാഹുവിൻ്റേത്. എന്ന് മാത്രമല്ല ഈ പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ ആദം അലൈഹിസ്സലാമിനോട് അന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. എപ്പോൾ? സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവിയും സ്വർഗത്തിൽ സുഖലോലഭത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചു പോകുമ്പോൾ അള്ളാഹു പറഞ്ഞ ആ മരത്തോട് അടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് പിശാച് മറ്റൊരു കോലത്തിൽ വന്നിട്ട് അവരോട് പറഞ്ഞത്, ആ പഴം നിങ്ങൾ ഭക്ഷിക്കണം. കാരണം നിങ്ങൾ ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ എന്നെന്നും ഉണ്ടാകും. ഈ സുഖത്തോടുകൂടെ നിങ്ങൾക്ക് കാലാകാലം കഴിഞ്ഞുകൂടാം എന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കിയ ആളാണ് പിശാച്. അവന്റെ വാക്ക് ആ സമയത്ത് അവൻ സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, അന്നഹു ലഹു ലമിനൻ നാസിഹീൻ. പിശാച് പറഞ്ഞതാണ്, അവൻ അവരുടെ ഗുണകാംക്ഷിയാണെന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഞാൻ കളവ് പറയുന്നവനല്ല, ഞാൻ നിങ്ങൾക്കുള്ള ഗുണകാംക്ഷിയാണ്. എന്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകും എന്ന് സത്യം ചെയ്തുകൊണ്ട് അവരെ പറ്റിച്ചവനാണ് പിശാച്, ചതിയിൽ അകപ്പെടുത്തിയവനാണ് പിശാച്. നോക്കണം. എന്നാൽ അവരോട് പോലും അങ്ങനെയെങ്കിൽ പിന്നെ നമ്മളോട് അവന്റെ പെരുമാറ്റത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ഷർറ് അത് ചെറിയ ഷർറല്ല. അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞ വാക്യം നാം നോക്കണം. പിശാച് അല്ലാഹുവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, ശപിക്കപ്പെട്ടവനായി പുറത്താക്കപ്പെടുമ്പോൾ അവൻ പറഞ്ഞ വാക്കാണ്, ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവിനോട് പറഞ്ഞ വാക്കാണ് അവൻ.
റബ്ബേ, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്റെ അടിമകളെ മൊത്തം ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിനക്ക് ആത്മാർത്ഥതയോടുകൂടെ ആരാധിക്കുന്നവർ, മുഖ്ലിസീങ്ങളായ ആത്മാർത്ഥതയുള്ള അടിമകളെ ഒഴിച്ച് മറ്റുള്ള മുഴുവൻ ആളുകളെയും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്തിറങ്ങിയവനാണവൻ. അതുകൊണ്ട് തന്നെ അവന്റെ ശർറിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്ത് സലാമത്താക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.